ഈ ഒരു ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസിനെ ബേസ് ചെയ്ത് RRB ALP 2024 ക്വസ്റ്റ്യനാണ്. ഇതിനകത്ത് പറയുന്നത് ഒരാളാണെങ്കിൽ ഓറഞ്ചസ് വാങ്ങിച്ചു. ആദ്യമേ 1 രൂപയ്ക്ക് 3 ഓക്കെ 3 ദെൻ അതേ നമ്പർ തന്നെ എണ്ണം അറ്റ് 24 റുപ്പീസ് 2 1 രൂപയ്ക്ക് വാങ്ങിച്ചു. 2 1 രൂപയ്ക്ക്. എന്നിട്ട് 1 ഡസൺ വിൽക്കുകയാണ്. ആ 1 ഡസൺ വിൽക്കുമ്പോൾ പ്രോഫിറ്റ് 20% കിട്ടണം. സോ സെല്ലിംഗ് പ്രൈസാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമേ തന്നെ ക്വസ്റ്റ്യനകത്ത് ഈക്വൽ നമ്പർ വാങ്ങിച്ചെന്ന് പറയുന്നുണ്ട്. ഈക്വൽ നമ്പർ ഓഫ് എണ്ണം വാങ്ങിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഒരിടത്ത് 3 ഒരിടത്ത് 2 അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം ഈക്വൽ ആക്കണം. ഈക്വൽ ആക്കാൻ വേണ്ടി ഇതിനെ 2 കൊണ്ടും ഇതിനെ 3 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസിൽ 2 രൂപയ്ക്ക് 3 കിട്ടും. ആദ്യത്തെ കേസിൽ 2 രൂപയ്ക്ക് 6 കിട്ടും. രണ്ടാമത്തെ കേസിൽ 3 രൂപയ്ക്ക് 6 കിട്ടും. ടോട്ടൽ നോക്കുവാണെങ്കിൽ 5 രൂപയ്ക്ക് 12 കിട്ടും. ഓക്കെ, നമ്മുടെ ഭാഗ്യത്തിന് ഇതിനകത്ത് 12 തന്നെ വന്നു. പെർ ഡസൺ എന്ന് പറയുമ്പോഴും 12. സപ്പോസ് ഇത് 12 വന്നില്ലായിരുന്നുവെങ്കിൽ നമ്മൾ 12 ആക്കാൻ വേണ്ടി എത്ര വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണമെന്ന് ആലോചിക്കണമായിരുന്നു. ഇവിടെ നമ്മുടെ ഭാഗ്യത്തിന് 5 രൂപയ്ക്ക് 12 എന്ന് പറഞ്ഞ് കിട്ടി. അല്ലെങ്കിൽ 1 ഡസണ് 5 രൂപ എന്ന് പറഞ്ഞ് കിട്ടി. 1 ഡസണ് 5 രൂപ എന്ന് പറഞ്ഞ് കിട്ടി. ഇനി നമ്മൾക്ക് ചോദിച്ചിരിക്കുന്നത് ഇത് പ്രോഫിറ്റിന് വിൽക്കണം, 20% പ്രോഫിറ്റിന്. ഓക്കെ, ഇതിൻ്റെ കോസ്റ്റ് പ്രൈസ് 5. ഓക്കെ, ഇവിടെയാണെങ്കിൽ 2 രൂപ 6 കിട്ടി, 3 രൂപ 6 കിട്ടി. സോ 12 5 രൂപ. ഇതിനെ നമുക്ക് എന്ത് ചെയ്യണം? പ്രോഫിറ്റ് 20% പ്രോഫിറ്റിന് വിൽക്കണം. 20% എന്ന് പറയുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രാക്ഷൻ 1/5 ആണ്. 5 രൂപയുള്ള റേറ്റ് 1 രൂപ കൂട്ടി 6 രൂപയ്ക്ക് വിൽക്കണം എന്നാണ് അതിൻ്റെ മീനിങ്. 5 രൂപയുള്ള റേറ്റ് 1 രൂപ കൂട്ടി 6 രൂപയ്ക്ക് വിൽക്കണം എന്നാണ് അതിൻ്റെ മീനിങ്. സോ അവിടുത്തെ സെല്ലിംഗ് പ്രൈസ് എത്ര വരും? 6 രൂപയായിരിക്കും സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. സോ ഇതായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറായിട്ട് വരാൻ പോകുന്നത്.